ഹായ് അസ്സലാമലൈക്കും മാണിക്ക കല്യാളെ എന്തൊക്കെ വർത്താനം എല്ലാവർക്കും സുഖം അൽഹംദുലില്ലാ എനിക്ക് സുഖമാണ്. അപ്പം ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് വെള്ളി ശനി ഇവിടെ ഭയങ്കര ഡേഞ്ചർ ദിവസമാണ് കേട്ടോ. എന്താണോ സോറി വെള്ളി ശനിയല്ല, വ്യാഴം വെള്ളി. അപ്പോൾ വ്യാഴാഴ്ച ഇവരെ വീട്ടുകാർ പെങ്ങന്മാരും അവരെ കുട്ടികളൊക്കെ പാടെ വരുന്ന ദിവസമാണ്. അതുപോലെ വെള്ളിയാഴ്ച അറിയണത് ഇവിടെ അടുത്തുള്ളവർ കണ്ടമാനം ആൾക്കാർ വരുന്ന ദിവസമാണ് കേട്ടോ. കുറേ ആൾക്കാർ വരും. അപ്പോൾ ഇന്ന് വ്യാഴം വെള്ളിയും കുറച്ച് നമുക്ക് മേത്ത് കെട്ടിയ പണി ഉണ്ടാവും. ഇന്നലത്തെ കഴിഞ്ഞു. ഇന്നലെ കുറച്ച് ആൾക്കാരെ വന്നുള്ളൂ. ഇവിടെ പിന്നെ ഹോളിഡേ ആയതുകൊണ്ടൊക്കെ 2 പെങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിരിക്കണം. ഒരാൾ മാത്രമേ വന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് രാവിലെ തുടങ്ങിയതായിരുന്നു കേട്ടോ. വർക്ക് കാര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഇന്ന്. ഇവിടെ എങ്ങനെയായിരുന്നു, ഇവിടുത്തെ വീട്ടിലേക്ക് മാത്രം ഉണ്ടാക്കിയാൽ പോരാ. ആൾക്കാരുണ്ട് അപ്പുറത്ത്, അവർക്ക് 2 വീട്ടിലേക്ക് നമ്മൾ എന്തുണ്ടാക്കിയാണെങ്കിലും അത് 3 പിന്നെ ഭാഗമാക്കണം. 1 വെടിയും 2 കൊടുത്തയക്കാനും. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ആളുള്ളൂ അല്ലേ, അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ പോരാ. ഇവിടെ കുറച്ചാളായാലും ഇവിടെ ഇനിയിപ്പോൾ ഒരാളായാലും അവർക്കുള്ളത് അവിടെ കുറച്ചധികം അത്യാവശ്യം ആൾക്കാരുള്ളതാണ്. അപ്പോൾ അവർക്കുള്ളതൊക്കെ നമ്മൾ എന്തൊന്നും ഉണ്ടാക്കിയാൽ ഒരു കറി വെച്ചാൽ പോലും അങ്ങനെ അവർക്ക് 2 കൊടുക്കണം. അവിടുന്ന് ഇങ്ങോട്ടും കൊണ്ടുവരും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ 3 വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കൽ കഴിഞ്ഞ് ഇന്ന് കുറച്ചധികം വർക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ അതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് പിന്നെ അവർ വന്ന് കഴിച്ച് പോയി. ചോറുണ്ടാവില്ല കേട്ടോ. ചോറ് അങ്ങനെ കഴിക്കൂല ആരും. ചോറ് ഇവിടെ അതിന് ഉച്ചക്ക് മാത്രമല്ല ചോറ് കഴിക്കുള്ളൂ. അപ്പോൾ ചോറിനുള്ള ഗസ്റ്റുകൾ ആരും വന്നിട്ടില്ല. ചോറിനൊക്കെ വന്നാൽ പിന്നെ ഈ 2 വീട്ടിലും നമ്മൾ ചോറ് കൊടുക്കണം കേട്ടോ. വെറും ചോറാണെങ്കിൽ മാത്രം കൊടുക്കൂല. മറ്റേ എന്ത് ചോറ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാലും നമ്മൾ ഈ വീട്ടിലേക്കും കൂടി ഉള്ളത് ഉണ്ടാക്കണം. വല്ലാത്ത ജാതിയാണല്ലേ. നമുക്ക് ഇവിടെ കുറച്ച് ആൾക്കാരാണ്, ഇവർക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്നുള്ള മൈൻഡൊന്നും പറ്റൂല. അപ്പോൾ അത് അവർക്ക് നമ്മളെ നാട്ടിലത്തെ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തേ അവർക്കത് വല്ലാതെ ഇഷ്ടം. ഞാൻ പിന്നെ വിചാരിച്ചു അങ്ങനെയൊന്നും ഉണ്ടാക്കി കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നില്ല എന്നാൽ എന്തായി. അതുകൊണ്ട് ഇപ്പം എന്തായി, ഇപ്പം എപ്പോൾ എന്തുണ്ടാക്കുകയാണെങ്കിലും ഇവിടെ മന്തി ആട്ടോ ഭയങ്കര. മന്തി നമ്മളെ നാട്ടിലത്തെ ബിരിയാണി, ഇത് 2ഉം ആണ് അവർക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഈ മധുഹൂത്ത് അതൊക്കെ പിന്നെ ഇവർ തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. പിന്നെ മക്ബൂസ് അതൊക്കെ പിന്നെ ഇവരുണ്ടാക്കുന്നുണ്ട്. അത് വലിയതില്ല. ഈ മന്തി അതുപോലെ പിന്നെ ബിരിയാണി, നമ്മളെ നാട്ടിലത്തെ ബിരിയാണി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് പ്രത്യേക ഒരു തീറ്റയാണ്. അപ്പം അങ്ങനെ 3 വീട്ടുകളിൽ ഓരി വെച്ച് 3 ഓരി വെച്ച് 1 ഇവിടെയും 2 കൊടുത്തയച്ച് എല്ലാം കഴിഞ്ഞൊന്ന് രാവിലെ തുടങ്ങിയത് അടുക്കളയിലേക്കാണ് കയറുന്ന. ഒരു ഒഴിവും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ചില ദിവസങ്ങളിൽ അങ്ങനെ കേട്ടോ, നമുക്ക് തീരെ ഒഴിവിട്ടൂലല്ലോ. എന്നാൽ ഓവർ പണിയുണ്ടോ ചോദിച്ചാൽ പണിയില്ല, എന്നാലോ വൈകുന്നേരം ആയതറിയും ചെയ്തില്ല. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഫുഡ് കഴിക്കലും അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി കഴിയും. എന്തായാലും ഒക്കെ കഴിഞ്ഞല്ലേ. പിന്നെ വ്യാഴം വെള്ളിയും ഡേഞ്ചർ ദിവസമാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് എല്ലാതും ശരിയാവട്ടെ അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള മുത്തുമണികളെ. അപ്പോൾ എല്ലാവരും ഞാൻ കുറച്ച് കാണിച്ചു തരട്ടെ. ഇവിടെ നിന്ന് ഉണ്ടാക്കിയത് നമ്മൾ വലിയ വെറൈറ്റി ഒന്നുമില്ല കേട്ടോ. 2 തരം കേക്ക്, മക്രോണി, സമൂസ, പിന്നെ നമ്മളെ ഇതില്ലേ ചോളപ്പൊരി, അത് അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഉണ്ടാക്കിയിട്ട്. പിന്നെ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞു കേട്ടോ. അത് പിന്നെ ഒരു സൈസ് എന്താ നമ്മളെ ചിക്കൻ തന്നെ ഉള്ളിൽ ഫില്ലാക്കിയിട്ട് കുബൂസിൻ്റെ ഉള്ളിൽ ചിക്കൻ ഫില്ലാക്കിയിട്ട് അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ ഫസ്റ്റ് ട്രിപ്പ് ആൾക്കാർ. ഞാൻ കുറച്ചുണ്ടാക്കിയ 3 ആൾക്ക് ഒരുപോലെ. ഇവിടെ കുറേ ആൾക്കാർ വരുന്നതുകൊണ്ട് ഫസ്റ്റ് ഒരെണ്ണം കഴിഞ്ഞു. അതും പിന്നെ ഈ സമൂഹം പറഞ്ഞ സാധനം അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കോഴിമുട്ടയൊക്കെ വെച്ചിട്ട് അതും ഉണ്ടാക്കി. അത് തീർന്നു കേട്ടോ. അത് കാണിച്ചു തരാനും ഫോട്ടോ എടുക്കാനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും ഞാൻ കാണിച്ചു തരട്ടെ മുത്തുമണികളെ.
അപ്പോൾ ഇനി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ടൊന്ന് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കും നമ്മളെ. ഓക്കെ മുത്തുമണികളെ. ഹായ് മുത്തുമണികളെ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് സമൂസ കേട്ടോ. സമൂസ ഒരു പാത്രം ഉണ്ടാക്കിയത് അതൊക്കെ കഴിഞ്ഞു. ഇതാ മക്രോണിയാണത്. മക്രോണി ഇങ്ങനെ ഒരു മോഡലിലായിട്ട് ഉണ്ടാക്കി, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഉള്ളത് കേക്കുകളാട്ടോ, 2 തരം കേക്കാണ്. ഇത് നമ്മളെ പിന്നെ എന്തൊക്കെ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, എന്തൊക്കെ കൂട്ടുന്ന വലിയ ടേസ്റ്റില്ല ഈ കേക്ക് കോക്കനട്ട് ആട്ടോ. അത് നല്ല ടേസ്റ്റുള്ള കേക്കാണ്. പിന്നെ എന്താ ഫ്രൂട്ട്സ് ഐറ്റംസുകൾ, പിന്നെ നമ്മളെ ഇതുണ്ടായിരുന്നത് കുബൂസ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ ചിക്കൻ മസാല ഫില്ല് ചെയ്തിട്ടിട്ട് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതേപോലെ സമൂ എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ ഉള്ളിലും വേറൊരു സൈസ് മസാല എഗ്ഗ് ഇട്ടിട്ടോ. വിചാരിച്ചു ഇതിപ്പോൾ എന്താ കുറച്ചല്ലേ ഉള്ളൂ, അതിനപ്പോൾ ഇത്ര വലിയ പണി നോക്കട്ടെ. പക്ഷേ ഇതെല്ലാതും 3 പാത്രത്തിൽ ആ കേക്കൊക്കെ ഉണ്ടാക്കാൻ കുറേ സമയമുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ല മറ്റേ 2 ഐറ്റംസ്, അതിനൊക്കെ ഒരുപാട് സമയമെടുത്തു. അപ്പോൾ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഇത് നമുക്ക് ഫോട്ടോ കാണുമ്പോൾ കുറച്ചുള്ളൂ അല്ലേ. അപ്പോൾ ഇതൊന്നും അല്ല കേട്ടോ. സമൂസയൊക്കെ ഒരുപാടുണ്ടായിരുന്നൊക്കെ കഴിഞ്ഞതാണ്, ഒക്കെ കഴിച്ച്. ചിക്കൻ സമൂസ ആയിരുന്നു. മാഷാ അല്ലാ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കണോണ്ട് ഞാൻ പറഞ്ഞതല്ല, ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ചിക്കൻ. ഞാൻ നമ്മളെ നാട്ടിലത്തെ സ്പെഷ്യൽ ഇവിടെ അതിന് അങ്ങനെയൊന്നും ഇടൂല. ഇവിടുത്തെ മസാല വേറൊരു ടേസ്റ്റ് ആവില്ല. ഞാൻ നമ്മളെ രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മുത്തുമണികളെ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.